സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ജപ്പാനാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ജപ്പാൻ. 2025 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2025 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം ഉത്തരം ഓപ്ഷൻ എ ആണ്, ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാ നിർഭരമായ ഭാവി. ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാ നിർഭരമായ ഭാവി എന്നതാണ് 2025 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം. അടുത്ത ചോദ്യം, കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിക്കപ്പെട്ട കായിക താരം ആര്? PR ശ്രീജേഷ് ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, PR ശ്രീജേഷ്. ഇന്ത്യൻ റെയിൽവേയിൽ യാത്രക്കാർക്കായിട്ട് രാജ്യത്താദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? ഇന്ത്യൻ റെയിൽവേയിൽ യാത്രക്കാർക്കായിട്ട് രാജ്യത്താദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏത്? ഓപ്ഷൻ ബി, മുംബൈ മന്മത് പഞ്ചവടി എക്സ്പ്രസ് ആണ്. മുംബൈ മന്മത് പഞ്ചവടി എക്സ്പ്രസ്സിലാണ് രാജ്യത്താദ്യമായിട്ട് യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ATM സ്ഥാപിച്ചത്. മുംബൈ മന്മത് പഞ്ചവടി എക്സ്പ്രസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നദീതീര ഡോൾഫിനുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നദീതീര ഡോൾഫിനുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഓപ്ഷൻ സി, ഉത്തർപ്രദേശ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ എത്ര മെഡലുകൾ നേടി? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ 6. ഓപ്ഷൻ ബി, 6. 2025 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ഏറ്റവും വലിയ യോഗ ഒത്തുചേരൽ നടക്കുകയും ഗിന്നസ് ലോക റെക്കോർഡ് നേടുകയും ചെയ്ത ഇന്ത്യൻ നഗരം ഏതാണ്? 2025 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ, അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്നാണ്? ജൂൺ 21 ജൂൺ 21. ഏറ്റവും വലിയ യോഗ ഒത്തുചേരൽ നടക്കുകയും ഗിന്നസ് ലോക റെക്കോർഡ് നേടുകയും ചെയ്ത ഇന്ത്യൻ നഗരം ഏത്? വിശാഖപട്ടണമാണ്. ഓപ്ഷൻ ബി, വിശാഖപട്ടണം. 2025 കേരള ബജറ്റിൽ മൈസ് ടൂറിസം മെച്ചപ്പെടുത്തുന്നതിനും സഞ്ചാരികൾക്ക് ഹോം സ്റ്റേകൾ ഉൾപ്പെടെയുള്ള താമസ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനുമായി പ്രഖ്യാപിച്ച പദ്ധതി ഏത്? 2025 കേരള ബജറ്റിൽ മൈസ് ടൂറിസം മെച്ചപ്പെടുത്തുന്നതിനും സഞ്ചാരികൾക്ക് ഹോം സ്റ്റേകൾ ഉൾപ്പെടെയുള്ള താമസ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് പ്രഖ്യാപിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ സി, കെ ഹോംസ് ആണ്. കെ ഹോംസ്. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ ജില്ല. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ ജില്ല ഏത്? തിരുവനന്തപുരം ജില്ലയാണ്. ഓപ്ഷൻ സി, തിരുവനന്തപുരം ജില്ല. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 4 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ന്യൂഡൽഹി ആസ്ഥാനമായി 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. അഡ്വൈസറി ബോഡി അല്ലെങ്കിൽ ഉപദേശക സമിതിയാണ്. രണ്ടാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നു, ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷനു പകരം 2015 ജനുവരി 1 മുതൽ നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനായ വൈസ് ചെയർമാനെ നിയമിക്കുന്നത് അധ്യക്ഷനായ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ നിലവിലെ CEO അമിതാഭ് കാന്ത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ളത് ഏത് എന്നതാണ്. ഉത്തരം വരുന്നത്
ഓപ്ഷൻ ഡി ആണ് 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നു, ന്യൂഡൽഹി ആസ്ഥാനമായി 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ് എന്ന്. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്, ശരിയാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 ന്യൂഡൽഹി ആസ്ഥാനമായിട്ട്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന, ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം 2015 ജനുവരി 1 മുതൽ നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. പ്രസ്താവനയും ശരിയാണ്. അപ്പൊ ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്നത് എന്ത് എന്ന് ചോദിച്ചാൽ ഏതാണ്? നീതി ആയോഗാണ്. അതുപോലെ നീതി ആയോഗ് നിലവിൽ വന്ന തീയതിയും കൂടി ഓർത്തു വെക്കുക, 2015 ജനുവരി 1. ഇനി മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനായ വൈസ് ചെയർമാനെ നിയമിക്കുന്നത് അധ്യക്ഷനായ പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു, ശരിയാണ്. നാലാമത്തെ പ്രസ്താവന, നീതി ആയോഗിലെ നിലവിലെ CEO അമിതാഭ് കാന്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, നീതി ആയോഗിന്റെ നിലവിലെ CEO ആര് എന്ന് കമന്റ് ചെയ്യുക. നീതി ആയോഗിന്റെ നിലവിലെ CEO. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്ന ഒന്നാം പഞ്ചവത്സര പദ്ധതി 1950, 1955. രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹാലനോബിസ് മാതൃക. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹാരോൾഡ് ഡോമർ മാതൃക. അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഗരീബി ഹഠാവോ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവന വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1950 മുതൽ 1955 എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1951 മുതൽ 1956 വരെ ആയിരുന്നു. രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി മഹാലനോബിസ് മാതൃക ശരിയാണ്. അപ്പൊ മഹാലനോബിസ് മാതൃക എന്നറിയപ്പെട്ടിരുന്നത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ ഹാരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെട്ടിരുന്നതോ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഗരീബി ഹഠാവോ ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കും. ഏതാണ്? അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, പട്ടിണി കിടക്കുന്നവരോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ്. ആരുടെ വാക്കുകളാണ് ഇത്? പട്ടിണി കിടക്കുന്നവരോട് മതബോധനം നടത്തുന്നത് അവനെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ആരുടെ വാക്കുകൾ? ഉത്തരം ഓപ്ഷൻ സി ആണ്. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ്. ഓപ്ഷൻ സി, സ്വാമി വിവേകാനന്ദൻ. 1932 നിലവിൽ വന്ന പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ ആരെല്ലാം? 1932 നിലവിൽ വന്ന പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരെല്ലാമാണ്? ഗാന്ധിജിയും അംബേദ്കറുമാണ്. ഗാന്ധിജി, അംബേദ്കർ. 1932 പൂന ഉടമ്പടി, ഗാന്ധിജി, അംബേദ്കർ. 1931 നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? ഗാന്ധിജി പങ്കെടുത്ത രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കുന്നതിന് കാരണമായ ഉടമ്പടി ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരമാണ് ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനുണ്ടായ സാഹചര്യം. ഗാന്ധി ഇർവിൻ ഉടമ്പടി. വിഴിഞ്ഞം തുറമുഖ പദ്ധതി താഴെ പറയുന്നവയിൽ ഏത് ഗണത്തിൽപ്പെടുന്നു? വിഴിഞ്ഞം തുറമുഖ പദ്ധതി, വിഴിഞ്ഞം സംയുക്ത മേഖലയാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി സംയുക്ത മേഖലയാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183, ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഡിണ്ടിഗൽ, കൊല്ലം. ഡിണ്ടിഗലിനെയും കൊല്ലത്തിനെയുമാണ് ദേശീയപാത 183 ബന്ധിപ്പിക്കുന്നത്. ഡിണ്ടിഗൽ, കൊല്ലം. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? ഏതൊക്കെയാണ്? തനിമ, കൃതിക എന്നീ പദ്ധതികൾ. തനിമ, കൃതിക. കൈത്തറിയാണ്, കൈത്തറി. ഓപ്ഷൻ ബി, കൈത്തറി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? മുഖ്യമന്ത്രിയാണ്. ഓപ്ഷൻ ബി, മുഖ്യമന്ത്രി.
ചുവടെ പറയുന്ന പത്രങ്ങൾ, സ്ഥാപകർ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഇവിടെ തന്നിരിക്കുന്ന പത്രങ്ങൾ കോമറേഡ്, ബോംബെ ക്രോണിക്കൽ, കർമ്മയോഗി, കോമൺവീൽ, ലീഡർ എന്നിവയാണ്. ഇവയുടെ സ്ഥാപകരുമായിട്ട് ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. കോമറേഡ് മൗലാന മുഹമ്മദ് അലി. കോമറേഡ് മൗലാന മുഹമ്മദ് അലി. ബോംബെ ക്രോണിക്കൽ ഫിറോസ് ഷാ മേത്ത. കർമ്മയോഗി അരവിന്ദ ഘോഷ്. കോമൺവീൽ അനി ബസന്റ്. ലീഡർ മദൻ മോഹൻ മാളവ്യ. നോക്കാം. കോമറേഡ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയതാരാണ്? മൗലാന മുഹമ്മദ് അലിയാണ്. മൗലാന മുഹമ്മദ് അലി. ബോംബെ ക്രോണിക്കൽ ഫിറോസ് ഷാ മേത്ത. കർമ്മയോഗി അരവിന്ദ ഘോഷ്. കോമൺവീൽ ആനി ബസന്റ്. ലീഡർ മദൻ മോഹൻ മാളവ്യ. അടുത്ത ചോദ്യം, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം. തിരുവിതാംകൂർ നിയമസഭയിലും സർക്കാർ ഉദ്യോഗങ്ങളിലും ജനാധിപത്യപരമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനായി സി കേശവൻ, പി കെ കുഞ്ഞ്, എൻ സി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരം ഏത് പേരിൽ അറിയപ്പെടുന്നു? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? തിരുവിതാംകൂർ നിയമസഭയിലും സർക്കാർ ഉദ്യോഗങ്ങളിലും ജനാധിപത്യപരമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനായിട്ട് സി കേശവൻ, പി കെ കുഞ്ഞ്, എൻ സി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരം ഏതു പേരിൽ അറിയപ്പെടുന്നു? നിവർത്തന പ്രക്ഷോഭം. ഓപ്ഷൻ എ ആണ് ഉത്തരം. നിവർത്തന പ്രക്ഷോഭം. അയിത്ത നിർമ്മാർജ്ജനം ജീവിതവ്രതമായി സ്വീകരിച്ച് അത് ഇല്ലാതാക്കുന്നതിന് ഗാന്ധിജിയുടെ അനുവാദത്തോടെ വൈക്കം സത്യാഗ്രഹം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ സത്യാഗ്രഹത്തിന്റെ മൂല കാരണമായ സാമൂഹിക പരിഷ്കർത്താവ് ആര്? വൈക്കം സത്യാഗ്രഹം. ടി കെ മാധവൻ. ഓപ്ഷൻ സി ടി കെ മാധവൻ. കേരളത്തിൽ നടന്ന ആദ്യത്തെ കർഷക സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആര്? കേരളത്തിൽ നടന്ന ആദ്യത്തെ കർഷക സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അയ്യങ്കാളി. പോർച്ചുഗീസ് ബന്ധത്തിന്റെ ഫലമായി കേരളത്തിന് ലഭിച്ച കലാരൂപം. പോർച്ചുഗീസ് ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. ചവിട്ട് നാടകമാണ്. പോർച്ചുഗീസ്. കേരളത്തിൽ അധിവസിക്കുന്ന എല്ലാ ജാതിക്കാരിലും കാണപ്പെടുന്ന ഒരേ ജനിതക ഘടനയാണോ എന്നും അതിനാൽ ജാതിപരമായ വിഭജനം അർത്ഥരഹിതമാണെന്നും ശാസ്ത്രീയമായി തെളിയിക്കുന്ന മലയാളി ഒരു ജനിതക വായന എന്ന പുസ്തകം രചിച്ചത് ആര്? പുസ്തകത്തിന്റെ പേര് മലയാളി ഒരു ജനിതക വായന. അപ്പൊ കേരളത്തിൽ അധിവസിക്കുന്ന എല്ലാ ജാതിക്കാരിലും കാണപ്പെടുന്നത് ഒരേ ജനിതക ഘടനയാണെന്നും അതിനാൽ ജാതിപരമായ വിഭജനം അർത്ഥരഹിതമാണെന്നും ശാസ്ത്രീയമായി തെളിയിക്കുന്ന മലയാളി ഒരു ജനിതക വായന എന്ന പുസ്തകം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. കെ സേതുരാമൻ. പുസ്തകത്തിന്റെ പേര് മലയാളി ഒരു ജനിതക വായന. ഓപ്ഷൻ ബി കെ സേതുരാമൻ. എന്താണ് സി സ്പേസ്? സി സ്പേസ് എന്നാൽ എന്ത്? OTT പ്ലാറ്റ്ഫോം ആണ്. OTT പ്ലാറ്റ്ഫോം. സി സ്പേസ് എന്നത് OTT പ്ലാറ്റ്ഫോം ആണ്. ഫ്ലാഗുകളെ പറ്റിയുള്ള പഠനത്തിന് ഏത് സൂചിപ്പിക്കുന്നു? ഫ്ലാഗുകളെ കുറിച്ചുള്ള പഠനം. ഫ്ലാഗുകൾ വെക്സിലോളജിയാണ്. വെക്സിലോളജി. മെയ് 31 എന്ത് ദിനമായി ആചരിക്കുന്നു? മെയ് 31 പുകയില വിരുദ്ധ ദിനം. മെയ് 31 പുകയില വിരുദ്ധ ദിനം. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. കണിക്കൊന്ന. വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചിട്ടാണ്? വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട് മാറിയത് 86ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് മാറിയത്. 86ാം ഭേദഗതി. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ അലോട്രോപ്പ്. സ്റ്റീലിനേക്കാൾ ഏകദേശം എത്ര മടങ്ങാണ്? 200 മടങ്ങ് ബലമുള്ള
കാർബണിന്റെ അലോട്രോപ്പ് ഏതാണ്? ഗ്രാഫിൻ ആണ്. ഗ്രാഫിൻ കാർബണിന്റെ അലോട്രോപ്പാണ്. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ അലോട്രോപ്പാണ് ഗ്രാഫിൻ. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. മൻമോഹൻ മോഡൽ 8ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ മോഡൽ എന്ന് അറിയപ്പെടുന്നത്. 8ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ആദ്യമായിട്ട് എഴുതപ്പെട്ട ഭാഷ ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ആദ്യമായിട്ട് എഴുതപ്പെട്ടത് തെലുങ്ക് ഭാഷയിലാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, തെലുങ്ക്. കൂൺ ശിലകൾ രൂപപ്പെടാൻ കാരണം എന്താണ്? കൂൺ ശിലകൾ രൂപപ്പെടാൻ കാരണം കാറ്റാണ്. കൂൺ ശിലകൾ രൂപപ്പെടുവാൻ കാരണം കാറ്റ്. ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് 230 വോൾട്ട് ആണ്. 230 വോൾട്ട്. ചുവടെ പറയുന്ന തടാകങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? ചുവടെ പറയുന്ന തടാകങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളും ശരിയായത് ഏത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഏതാണ്? ഉത്തരം വരുന്നത് തന്നിരിക്കുന്ന കൊല്ലേരു ആന്ധ്രാപ്രദേശ്, ലോക്തക് മണിപ്പൂർ, ഗോവിന്ദ് സാഗർ ഹിമാചൽ പ്രദേശ്, ലോണാർ മഹാരാഷ്ട്ര. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3, 4 നാലും ശരിയാണ്. കൊല്ലേരു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിലാണ്. ലോക്തക് തടാകം മണിപ്പൂരിലാണ്. ഗോവിന്ദ് സാഗർ ഹിമാചൽ പ്രദേശിലാണ്. ലോണാർ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് റോക്ക് കോട്ടൺ എന്ന് അറിയപ്പെടുന്നത്? റോക്ക് കോട്ടൺ ആസ്ബറ്റോസ് ആണ് റോക്ക് കോട്ടൺ എന്ന് അറിയപ്പെടുന്നത്. ആസ്ബറ്റോസ്. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈം. അന്നജത്തെ എന്താക്കി മാറ്റുന്നു? മാൾട്ടോസ് ആക്കി മാറ്റുന്നു. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈമാണ് ടയലിൻ. ഓപ്ഷൻ ബി ടയലിൻ. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗം. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് സാർസ് ആണ്. സാർസ്. മുനിചര്യ പഞ്ചകം എന്ന കൃതി രചിച്ചത് ആരാണ്? മുനിചര്യ പഞ്ചകം രചിച്ചത് ശ്രീനാരായണ ഗുരു ആണ്. ശ്രീനാരായണ ഗുരു. അരി, ഗോതമ്പ് എന്നിവ ദരിദ്ര കുടുംബങ്ങൾക്ക് ചെറിയ തുകയ്ക്ക് ലഭ്യമാക്കുവാനുള്ള പദ്ധതി. അരി, ഗോതമ്പ് തുടങ്ങിയവ ദരിദ്ര കുടുംബങ്ങൾക്ക് ചെറിയ തുകയ്ക്ക് ലഭ്യമാക്കുവാനുള്ള പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. പേര് അന്ത്യോദയ അന്ന യോജന. ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ആത്മീയ സഭ രൂപീകരിച്ച വർഷം 1815 ആണ്. ആത്മീയ സഭ രൂപീകരിച്ച വർഷം 1815. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ഏതാണ്? ലേ ആണ്. ലേ സ്ഥിതി ചെയ്യുന്ന നദിക്കര ഏത് എന്നാണ് ചോദ്യം. സിന്ധു നദിക്കരയിലാണ് ലേ സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദിക്കര. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഏത്? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, യൂണിഫോം സിവിൽ കോഡ്, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം. ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഓപ്ഷൻ ബി ആണ്, യൂണിഫോം സിവിൽ കോഡാണ്. യൂണിഫോം സിവിൽ കോഡ്. വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അനുച്ഛേദം 21A അനുച്ഛേദം 21A. മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? മനുഷ്യനിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? കരളിലാണ്. ഓപ്ഷൻ ഡി കരൾ. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം. കേരളത്തിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ എത്ര എണ്ണമാണ്? 11 നദികളാണ് ഉള്ളത്. ഓപ്ഷൻ സി 11. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വമാണ് സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമമായ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് നിലവിൽ വന്നത് 1990 ജനുവരി 30.
ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26-നാണ്. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961-ലാണ്. പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012-ലാണ്. ശരിയായത് ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4 4 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമമാണ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്. അത് നിലവിൽ വന്നത് 1990 ജനുവരി 30. ഡേറ്റ് ഓർത്ത് വെക്കുക, 1990 ജനുവരി 30. ഇനി ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26-നാണ്. 2006 ഒക്ടോബർ 26. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961. പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ചലച്ചിത്രങ്ങളുടെ പ്രദർശനാനുമതി ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ പെടുന്നു? എന്താണ് ചലച്ചിത്രങ്ങളുടെ പ്രദർശനാനുമതി? ഏത് ലിസ്റ്റിലാണ് പെടുന്നത്? യൂണിയൻ ലിസ്റ്റിലാണ് ചലച്ചിത്രങ്ങളുടെ പ്രദർശനാനുമതി ഉൾപ്പെടുന്നത്. ഈ 50 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്